ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? സത്യം പറഞ്ഞ ചാപ്റ്റർ മുന്നോട്ട് പോകുന്തോറും ഡ്രാഗനെ പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ മെയിനായിട്ട് നിലനിൽക്കുന്നത്. സാസയാണ് റെയിൻഗോഡ് എങ്കിൽ ഡ്രാഗന്റെ ഡെവിൾ ഫ്രൂട്ട് പവർ എന്താണ് എന്നായി ചോദ്യം മുഴുവൻ. അതുമാത്രമല്ല, എൽബാഫ് ആർക്ക് തീരുന്നതോടെ ഡ്രാഗൻ എൽബാഫിലേക്ക് വരുമോ തുടങ്ങിയ ഒരുപാട് തിയറി ഇപ്പം നിലനിൽക്കുന്നുമുണ്ട്. ഇന്ന് ഡ്രാഗന്റെ ഡെവിൾ ഫ്രൂട്ടിനെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ തിയറികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പായി ഞാൻ എന്നും പറയുന്നത് പോലെ ദയവായി വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡ്രാഗനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു മെയിൻ തിയറി ആയിരുന്നു ആള് റെയിൻഗോഡ് ആണെന്നുള്ളത്. എന്നാൽ സാസയെ പറ്റി റിവീൽ ആയതോടെ ആ ഒരു തിയറി തന്നെ ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡ്രാഗന്റെ ഡെവിൾ ഫ്രൂട്ട് എന്താണ് എന്നായി ഏവരുടെയും ചർച്ച. ലോക്ക് ഡൗൺ എന്ന ആർക്കിൽ വെച്ച് വളരെ വലിയൊരു തണ്ടർ സ്റ്റോമോടുകൂടി പ്രത്യക്ഷനായ ഡ്രാഗൻ അന്ന് മുതൽക്കേ പിന്നീടുള്ള പല എപ്പിസോഡുകളിലും ഒന്നുകിൽ വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രത്യക്ഷനായിരുന്നത്. മഴയുടെ സയൻസ് എന്താണെന്ന് നമുക്കറിയാം. കാറ്റുണ്ടെങ്കിലേ മഴ ഉണ്ടാകൂ എന്നുള്ളതാണ് ഒരു സത്യം. ഇതേപോലെ ഡ്രാഗന്റെ ഡെവിൾ ഫ്രൂട്ട് പവർ എന്നത് വിൻഡ് അല്ലെങ്കിൽ സ്റ്റോം തുടങ്ങിയവ ആകാനാണ് ചാൻസ് കൂടുതൽ. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ജപ്പാൻ കൾച്ചറിൽ ഈ കാറ്റ്, മഴ സംബന്ധിച്ച് നിലനിൽക്കുന്ന ദൈവ സ്വരൂപമാണ് കുരാവോ കാമി എന്ന പടുകൂറ്റൻ ഡ്രാഗൻ. മലകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പൊതുവേ സമുദ്രത്തോടെല്ലാം ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു ഡ്രാഗന്റെ തിയറി പറയുന്നത്. ഈ ഒരു ഡ്രാഗൻ എപ്പോൾ പ്രത്യക്ഷനായാലും വലിയ കൊടുങ്കാറ്റും മഴ, ഇടിമിന്നൽ തുടങ്ങിയ വെതറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തക്ക പവർഫുൾ ആയൊരു ഗോഡ് ലെവൽ ക്രീച്ചറാണ് ഈ ഒരു ഡ്രാഗൻ എന്നത്. ഇതേപോലെ ഡ്രാഗന്റെ ഡെവിൾ ഫ്രൂട്ടും ഒരു മിത്തിക്കൽ ലോഗിയ റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു മിത്തിക്കൽ സോവാൻ ടൈപ്പിലുള്ള ഈസ്റ്റേൺ ഡ്രാഗൻ സങ്കല്പമാവാം എന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് കൈഡോയ്ക്ക് ശേഷം അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന ഒരു യമണ്ടൻ ഡ്രാഗൻ തന്നെയാവും മങ്കിഡി ഡ്രാഗന്റെ ഡെവിൾ ഫ്രൂട്ട് പവർ എന്നത്. പിന്നെ ഇതിങ്ങനെ പറയാൻ കാരണം എന്താണെന്നാൽ ഡ്രാഗന്റെ മുഖത്തുള്ള ആ ഒരു ടാറ്റു തന്നെയാണ്. അതായത് റിയൽ ലൈഫിൽ നേറ്റീവ് അമേരിക്കൻസ് വിശ്വസിച്ചിരുന്ന തണ്ടർ ബേർഡ് എന്നവർ വിശ്വസിപ്പിച്ചിരുന്നൊരു ഡ്രാഗൻ ഉണ്ട്. ഈ ഒരു ഡ്രാഗനെ സിംബോളിസ് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആൽഗോക്യൂൻ എന്ന ഗോത്ര വിഭാഗം അവരുടെ മുഖത്ത് ഈ ഒരു രീതിയിലുള്ള ടാറ്റു പതിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വിശ്വസിച്ചിരുന്നത് ഈ ഒരു തണ്ടർ ബേർഡാണ് അവർക്ക് ഈ മഴയൊക്കെ നൽകുന്നത് എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഈ ഒരു തണ്ടർ ബേർഡിനെ അവർ ആ സിംബലാക്കി എടുക്കാനുള്ള മെയിൻ റീസണും. അതുകൊണ്ടാണ് ഇപ്പോൾ ഡ്രാഗന്റെ ഡെവിൾ ഫ്രൂട്ടിനെ മറ്റൊരു ഡ്രാഗൻ ആവാമെന്ന് 100% എല്ലാവരും പറയാനുള്ളൊരു കാരണം. ഇനി റെവല്യൂഷണറി ആർമി സഞ്ചരിക്കുന്ന ഷിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. വിൻ ഗ്രാൻമ എന്നാണ് ഡ്രാഗന്റെ ഷിപ്പിന്റെ നെയിം. ഈ വിൻ ഗ്രാൻമ മീൻസ് സൈക്ലോൺ അഥവാ ചുഴലിക്കാറ്റ് എന്നൊക്കെയാണ് കൂടുതലായി പറയപ്പെടുന്നത്. അതുപോലെ ആ ഒരു പടുകൂറ്റൻ ഷിപ്പ് ബ്ലാക്ക് നിറത്തിലുള്ള മുന്നിലായിട്ട് ഏൻഷ്യൻ ഡ്രാഗനെ സിംബോളിസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ അഡ്മിറൽസ് അടക്കം എന്തിന് വേൾഡ് ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന 5 വെൽഡേഴ്സിന് പോലും ഡ്രാഗന്റെ ഷിപ്പിനെ ഇതുവരെയും ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ വിൻഡിന്റെ പവർ തന്നെയാവും ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്തതെന്നും പറയപ്പെടുന്നു. എന്താണെന്ന് വെച്ചാൽ ഗ്രാൻഡ്ലയിൽ കൂടി അധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഷിപ്പുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുമല്ല, അങ്ങനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഒരു ഷിപ്പിനും ഇതേവരെ സഞ്ചരിക്കാനും കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ഗ്രാൻഡ്ലൈനിലുടനീളം പാട്രോൾ ചെയ്യുന്ന നേവി ഷിപ്പുകൾ തന്നെയാണ്. ഇതിനെ മറികടന്ന് സഞ്ചരിക്കണമെങ്കിൽ അത്രത്തോളം വിൻ പവർ അത്യാവശ്യമാണ്. അത് ആവശ്യത്തിലധികം ഡ്രാഗന്റെ പക്കൽ ഉള്ളത് കൊണ്ട് തന്നെയാവും ഒരുപക്ഷെ ഡ്രാഗനെയോ ഡ്രാഗന്റെ ഷിപ്പിനെയോ ഇതുവരെയും അവർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്തത്. പിന്നെ ഗോവ കിങ്ഡത്തിലുണ്ടായ ഇൻസിഡന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. അവിടെയും വലിയൊരു കൊടുങ്കാറ്റ് പ്രത്യക്ഷമായത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഒരു പച്ച നിറത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് ഡ്രാഗന്റെ വിൻഡ് എനർജിക്ക് അവിടെ അന്ന് നൽകിയത്. ആ ഒരു വിൻഡിലൂടെ പാത്ത് ക്ലിയർ ആക്കി ഗ്രേറ്റ് ടെർമിനലിൽ പെട്ടുപോയവരെ ഡ്രാഗൻ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഡ്രാഗൻ എവിടുണ്ടോ അവിടെല്ലാം ശക്തമായ വിൻഡ് ഉണ്ടാവുന്നത് ഡ്രാഗന്റെ ഡെവിൾ ഫ്രൂട്ട് പവർ വിൻഡിനോട് സംബന്ധിക്കുന്നതാണ് എന്നുള്ളൊരു ക്ലൂ ആയിരിക്കുമോ ഓഡാ സെൻസെ നമുക്ക് തന്നത് എന്നും പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ആകാം, അല്ലെങ്കിൽ ആവാതെയും ഇരിക്കാം. എന്തായാലും മങ്കി ഫാമിലിയിലെ 3 ജനറേഷനും ഒന്നിനൊന്നിന് പവർഫുൾ ആയവരാണ്. 3-ാം വേൾഡിലെ നീക്കാത സൺകോഡിന്റെ പിതാവ് ഒരു സാധാ പവർ ഉൾക്കൊള്ളുന്നവനായിട്ട് എന്തായാലും ഓഡാ സെൻസെ ചിത്രീകരിക്കത്തില്ല. അത്രയും ഹൈപ്പി കഥാപാത്രത്തിന് ഇപ്പൊ തന്നെയുണ്ട്. അതുകൊണ്ട് ഡ്രാഗന് എന്തായാലും ഇമൂനെ കാണുന്ന സമയത്ത് നമ്മൾ ലൂഫി എങ്ങനെയാണോ സാധാരണ ഒരു പഞ്ച് ആദ്യം കാണുന്ന എനിമിക്ക് കൊടുക്കുന്നത് അതേപോലെ മിക്കവാറും ഉണ്ടാകാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. എന്തായാലും ആ ഒരു രംഗത്തിനാണ് ഞാനും സത്യം പറഞ്ഞ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ
അതുപോലെ ഡ്രാഗൻ എൽബാഫിലേക്ക് എത്തുമോ എന്നുള്ളൊരു തിയറി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു തിയറിയാണ്. ഡ്രാഗന്റെ ഇൻട്രോ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ് ഇപ്പോൾ എൽബാഫിൽ ഉണ്ടായിരിക്കുന്നത്. ഇമുവിനെ പറ്റി അറിയാവുന്ന അഥവാ റോജർ പൈററ്റ്സിനും ശേഷം അറിയാവുന്ന മറ്റൊരു കൂട്ടരെന്ന് പറയുന്നത് റെവല്യൂഷണറി ആർമികൾ തന്നെയാണ്. സാബോയിലൂടെ ഡ്രാഗൻ അത് മനസ്സിലാക്കിയതോടെ ഡ്രാഗൻ ഇമുവിനെ നേരിടാൻ തന്നെയാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് കാത്തിരിക്കുന്നതും. ഇമു എൽബാഫിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ ഷാങ്സിന് മുമ്പ് ചിലപ്പോൾ ഡ്രാഗൻ ആവും അവിടേക്ക് എത്തുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ട്വിസ്റ്റ് സംഭവിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ഡ്രാഗന്റെ ബാക്ക് സ്റ്റോറിയും മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. എന്തായാലും ഡ്രാഗനെ കൂടി എൽബാഫിലേക്ക് ഓഡ സെൻസെ മുന്നോട്ടുള്ള ചാപ്റ്ററിൽ കൊണ്ടുവരട്ടെ. എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള തിയറിയും തോട്ട്സും ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ കഴിഞ്ഞ ചാപ്റ്റർ നിങ്ങൾ എത്ര പേര് വായിച്ചു എന്നും അത് എത്ര പേർക്ക് ഇഷ്ടമായി എന്നൊന്ന് കമന്റ് ചെയ്തേക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.